ഹായ്, ഞാൻ ജസ്ന. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിനെ പറ്റി പറയാൻ വേണ്ടിയാണ്. അതായത് ഒട്ടും കെയർ വേണ്ടാതെ നന്നായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ പേര് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. യെസ്റ്റർഡേ ഡേ ടുമോറോ, അല്ലെങ്കിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേ, കിസ്മി ക്യുക്ക് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു അടിപൊളി ഒരു ചെടിയാണ് ഈ പ്ലാന്റ് കേട്ടോ. അതായത് ഏത് സീസണിലും ഏത് കാലാവസ്ഥയിലും നിറയെ പൂക്കൾ തരാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. നമുക്ക് സാധാരണ മണ്ണിലും അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും കെയർ വേണ്ടാതെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ പലരും പറയും ഇതിന് പൂക്കളുണ്ടാകുന്നില്ല. അപ്പോൾ പൂക്കൾ ഉണ്ടാവാതിരിക്കുന്നതിന് മെയിനായിട്ട് കാരണം ഇതിന് നമ്മൾ ഇടയ്ക്കിടെ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പ്രൂണിങ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ പുതിയ ബഡ്സ് അല്ലെങ്കിൽ പുതിയ ശിഖരങ്ങൾ വെട്ടുമ്പോൾ അതിൻ്റെ അറ്റത്ത് പുതിയ മുട്ടുകളായിട്ട് പൂക്കൾ വന്നിട്ടാണ് ഇതിന് പുതിയ ബ്രാഞ്ചസുകൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പിന്നെ സൺലൈറ്റ് ഒരു പ്രധാന ഘടകമാണ്. അതായത് നന്നായിട്ട് വെള്ളവും അതുപോലെ തന്നെ നല്ല വെയിലും ഈ ഒരു ചെടിക്ക് ആവശ്യമാണ്. അപ്പം ഏകദേശം 1.5 ദിവസങ്ങളിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പോട്ടിന് അത്യാവശ്യം ഹോൾ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വാർന്നു പോകണമെന്ന് മാത്രം. പിന്നെ ഇത് 2 തരത്തിലുള്ള ചെടിയാണ്. അതായത് ഹൈബ്രിഡും ഉണ്ട്, നാടനും ഉണ്ട്. നല്ല മണമുള്ളൊരു പ്ലാന്റ് കൂടിയാണ്. നാടൻ ചെടിക്കാണ് ഏറ്റവും കൂടുതലായിട്ട് നല്ല മണമുള്ളത്. ഹൈബ്രിഡിന് അത്ര മണമില്ലല്ലോ കേട്ടോ. പിന്നെ നമ്മളിത് പോട്ടി മിക്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മണ്ണ് മാത്രം മതി എന്ന് തന്നെ പറയാം. ഇനിയിപ്പം ചെടിച്ചട്ടിയിലൊക്കെ വെക്കുന്നവർ ചാണകപ്പൊടിയോ കുറച്ച് മണ്ണ് അല്ലെങ്കിൽ ചകിരിച്ചോറൊക്കെ കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ പലരും അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമാണ് പൂക്കൾ അങ്ങനെ വലിപ്പം ഉണ്ടാവില്ല അല്ലെങ്കിൽ കളർ ഉണ്ടാവില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഫോസ്ഫറസ് കൂടിയിട്ടുള്ള നല്ല വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. മാസത്തിൽ ഒറ്റ തവണ മാത്രം അല്ലെങ്കിൽ 1.5 മാസമോ 2 മാസമോ കൂടുമ്പം ഒരു പ്രാവശ്യം മാത്രം വളം കൊടുത്താൽ മതി. ഒട്ടും കെയർ ഇല്ലെങ്കിൽ പോലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ചട്ടിയിൽ നട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ വേരൊക്കെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നതാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകതയാണ്. മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വേര് വരും. അതുപോലെ തന്നെ നന്നായിട്ട് ഇതിൻ്റെ മണ്ണിന് ഇളക്കം ഉണ്ടാവും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടി നന്നായിട്ട് വളർത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തണ്ട് മുറിച്ച് ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോണിൽ മുക്കിയിട്ട് നമ്മൾ നട്ട് ഏകദേശം ഒരു 15 ദിവസം 20 ദിവസം കഴിയുമ്പോഴത്തേനും ചെറുതായിട്ട് പ്ലാന്റ് ഇങ്ങനെ ചെറിയ മുളകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ തണലത്ത് വെച്ച് ആ പ്ലാന്റ് നമ്മൾ വെറുതെ വേറൊരു ചട്ടിയിലോട്ടൊക്കെ മാറ്റി നന്നായിട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. അപ്പം എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വീട് തന്നെ ഒരു പൂങ്കാവനാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. എല്ലാവരും ഒരു പ്ലാന്റെങ്കിലും വാങ്ങി വെക്കണം. ഒട്ടും കെയർ കൊടുക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ ബൈ.